നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഗാസ യുദ്ധം വീണ്ടും തുടരുന്നതിനുള്ള ആലോചനകൾ നടക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിനിടെ തന്നെ നെൽസാരിം ഇടനാഴിയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതോടെ ഹമാസ് ഭീകരർ ഈ വഴികളിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏകദേശം 5 ലക്ഷത്തോളം പലസ്തീൻ പൗരന്മാർ വടക്കൻ ഗാസയിലേക്ക് മടങ്ങിയതായാണ് റിപ്പോർട്ട്. ഈ അവസ്ഥ മുതലെടുത്തു തന്നെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു എന്നതാണ് റിപ്പോർട്ടുകൾ. തകർന്നടിഞ്ഞ വീടുകൾ പുനർനിർമ്മിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇത്തരക്കാർ. ഇതിനിടെ ഹമാസ് പോരാളികളും തങ്ങളുടെ യൂണിറ്റുകളെ പുനഃസംഘടിപ്പിക്കുന്നു. അങ്ങനെ പുനഃസംഘടിപ്പിച്ച് ഇസ്രയേലിനെതിരെ മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പുതിയ കമാൻഡർമാരെ നിയമിക്കുക, ഇതുവരെ കണ്ടെത്താത്ത തുരങ്കങ്ങൾ ഉപയോഗശൂന്യമായിട്ടുള്ളതാണെങ്കിൽ അതിനെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാക്കി തീർക്കുക, കൂടുതൽ ഭൂഗർഭ ഷെൽട്ടറുകൾ നിർമ്മിക്കുക, ഇസ്രയേൽ സൈനികരെ ലക്ഷ്യമിട്ട് മുൻകൂട്ടി സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യുക, പുതിയ സ്ഫോടന കെണികൾ സ്ഥാപിക്കുക തുടങ്ങിയവയെല്ലാം ഹമാസ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതെല്ലാം തന്നെ ഇസ്രയേൽ ഗാസ യുദ്ധം വീണ്ടും തുടരുമോ എന്നറിയാനുള്ള മുന്നോടിയായിട്ടാണ് പറയുന്നത്. ഗാസയിലെ റോക്കറ്റ് ലോഞ്ചറുകളും ക്യാമറ ഇൻസ്റ്റലേഷനുകളും ഇസ്രയേൽ സൈനിക നിരീക്ഷണ യൂണിറ്റുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് ഹമാസിന്റെ സൈനിക തയ്യാറെടുപ്പുകൾ ആണ് വെളിപ്പെടുത്തുന്നത്. സംഭവവികാസങ്ങൾക്കിടയിൽ കഴിഞ്ഞയാഴ്ച ഗാസയിൽ നിന്ന് 3 റോക്കറ്റുകളും നിരീക്ഷണ ഡ്രോണുകളും വിക്ഷേപിച്ചത് കണ്ടെത്തിയിട്ടുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ കടത്താനുള്ള ഹമാസിന്റെ ശ്രമങ്ങൾ ഇസ്രയേൽ അധികൃതർ വിജയകരമായി പരാജയപ്പെടുത്തുകയും ചെയ്തു. ഭക്ഷണം, ഇന്ധനം, വെള്ളം എന്നിവയുടെ നിയന്ത്രണം ഹമാസ് പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇസ്രയേലുമായുള്ള കരാർ പ്രകാരം ദിവസവും 100 കണക്കിന് ടൺ ഭക്ഷണവും ഇന്ധനവും വെള്ളവും ഗാസയിലേക്ക് കടക്കുന്നതിന് ഹമാസ് ഭീകരർ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ തങ്ങളുടെ പ്രവർത്തകരുടെ ശമ്പളം നൽകുന്നതിന് ഹമാസ് നികുതി സമ്പ്രദായം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഹമാസ് ചാരിറ്റികളിൽ നിന്നും സൗഹൃദ രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള പിന്തുണ കണ്ടെത്തുന്നതിനായി ആഗോള ധനസഹായ ശൃംഖലയെയാണ് ഹമാസ് ഉപയോഗിക്കുന്നത്. ഹമാസിന്റെ ധനസമാഹരണവുമായി ബന്ധമുണ്ട് എന്ന് അധികൃതർ പറഞ്ഞ ബാർക്ലേസ് ബാങ്ക് അക്കൗണ്ട് ഇതിനു മുൻപ് ഇസ്രയേൽ മരവിപ്പിച്ചിരുന്നു. ഹമാസിന്റെ $300 മില്യൺ വരുന്ന ബജറ്റിന്റെ ഭൂരിഭാഗവും ഇറാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നോ ചാരിറ്റികളിൽ നിന്നോ ആണെന്ന് മുൻ US ഭീകരവിരുദ്ധ ഉദ്യോഗസ്ഥനായ മാത്യു ലെവിറ്റ് പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹമാസ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് എന്നും പലസ്തീനികൾ, മറ്റ് പ്രവാസികൾ, സ്വന്തം ചാരിറ്റികൾ എന്നിവയിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട് എന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിപ്റ്റോയുടെ ഏറ്റവും വിജയകരമായ ഉപയോക്താക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഹമാസ്. ഇറാൻ പ്രതിവർഷം $100 മില്യൺ വരെ നൽകുന്നുണ്ട് എന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട്. ഖത്തറും 2014 മുതൽ ഗാസയ്ക്ക് കോടിക്കണക്കിന് ഡോളർ നൽകിയിട്ടുണ്ട്. ഗാസയിലെ ഏക വൈദ്യുത നിലയത്തിനായി ഖത്തർ ഇസ്രയേലിൽ നിന്ന് ഇന്ധനം വാങ്ങിയതിനും തെളിവുകളുണ്ട്. കൂടാതെ ഹമാസിന് വീണ്ടും വിൽക്കാൻ കഴിയുന്ന ഈജിപ്ഷ്യൻ ഇന്ധനവും ഖത്തർ അയച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇതിൽ നിന്നുള്ള വരുമാനം ശമ്പളത്തിനായി ഉപയോഗിക്കുകയാണ് ഹമാസ് ചെയ്തിട്ടുള്ളത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബന്ദി ഇടപാട് ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിൽ ഇസ്രയേൽ കാലതാമസം വരുത്തുന്നതിൽ നിന്ന് ഉയർന്നുവരുന്ന പ്രതിസന്ധി വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിലും ബന്ദി ചർച്ചകളിലും സംശയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ ഇസ്രയേലും ഹമാസും തമ്മിൽ വീണ്ടും യുദ്ധസാധ്യത തന്നെയാണ് വർദ്ധിക്കുന്നത്. ഹമാസ് പോരാളികൾ അവരുടെ ഒളിത്താവളങ്ങളിലേക്ക് മടങ്ങി എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ മോചിപ്പിക്കാനിരുന്ന 620 പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കുന്നത് സംബന്ധിച്ച മധ്യസ്ഥരുമായി കരാറിൽ എത്തിയതായി ഹമാസ് അറിയിച്ചു. 4 ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹങ്ങൾക്ക് പകരമായി പലസ്തീനികളെ മോചിപ്പിക്കാൻ ഇസ്രയേൽ സമ്മതിച്ചതായാണ് ഹമാസ് അവകാശപ്പെടുന്നത്. ഗാസ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് US പറയുകയും ചെയ്തു. ഹമാസിന്റെ സഖ്യകക്ഷിയായ അൽ നസർ സലാ അൽ ദിൻ ബ്രിഗേഡ്സ് പറയുന്നത് ഇസ്രയേൽ ബന്ദികളാക്കിയ ഒഹാദ് എഹലോമിയുടെ മൃതദേഹം നാളെ ഗാസയിൽ എത്തിക്കുമെന്നാണ്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന്റെ തെക്കുഭാഗത്ത് ഇസ്രയേൽ സൈന്യം ബോംബാക്രമണം നടത്തിയിട്ടുണ്ട്. കുറഞ്ഞത് 2 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള 42 ദിവസത്തെ വെടിനിർത്തൽ ഈ വാരാന്ത്യത്തിൽ അവസാനിക്കുകയാണ്. ഇത് നീട്ടുന്നതിനുള്ള ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഇരുപക്ഷവും ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ ചർച്ചകളൊന്നും തന്നെ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു യുദ്ധം തുടങ്ങുമോ എന്നുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട്.
ഇതിനിടെയാണ് ഷിരി ബിബാസിന്റെയും മക്കളുടെയും ശവസംസ്കാര ചടങ്ങിനായി ആയിരക്കണക്കിന് വിലാപക്കാർ ഇസ്രയേലിൽ ഒത്തുകൂടിയത്. ഇതുവരെ 25 ബന്ദികളെയാണ് തിരിച്ചയച്ചിട്ടുള്ളത്. ഗാസയ്ക്കെതിരായ ഇസ്രയേൽ യുദ്ധത്തിൽ 48,348 പലസ്തീനികൾ മരിച്ചതായും 1,11,761 പേർക്ക് പരിക്കേറ്റതായും ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായ ആയിരക്കണക്കിന് പലസ്തീനികൾ മരിച്ചതായി അനുമാനിക്കുമ്പോൾ മരണസംഖ്യ 61,709 ഉയരുമെന്നാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.